സുധീർ കടലുണ്ടിയുമായുള്ള ടോക്ക് ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. ശരിക്കും ആ മൂന്നാമത്തെ ദിവസം തികച്ചും അബോധാവസ്ഥയിലായിരുന്നിട്ടും ആ ഒരു താളം തബലയിൽ നിന്ന് കൈവിടാതെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത്? ഏപ്രിൽ 2-ാം തീയതി രാവിലെ തുടങ്ങി 2, 3, 4-ാം തീയതിയാണ് ശരിക്ക് ഒരു അബ്നോർമൽ ആവുന്നത്. പക്ഷെ താളങ്ങൾ ഒന്നും മാറിയിട്ടില്ല എന്നുള്ള നമ്മൾ ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു. വലിയൊരു ഭാഗ്യം തോന്നി. എനിക്ക് ദൈവാധീനമായിരിക്കും, അല്ലാതെ മനസ്സൊക്കെ മറിഞ്ഞിട്ടും കറക്റ്റ് വായിക്കാൻ പറ്റി. വലിയൊരു എന്താ പറയുക, വലിയൊരു ഭാഗ്യമായി. ഒരു സാധനയുടെ ഒരു ആയിരിക്കാം മതി. ചിലപ്പോൾ ഇവരെ ഇങ്ങനെ ഉള്ളതിൻ്റെ സാധനം കൊണ്ടായിരിക്കാം. പാട്ടിനൊക്കെ കറക്റ്റ് ടാക്കൊക്കെ കറക്റ്റ് തന്നെ വായിക്കാൻ പറ്റി, ഒന്നും ഓർമ്മയില്ലെങ്കിലും. ഈ ഒരു താങ്കളുടെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാണ്. ആ ഒരു കലയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഫോട്ടോഗ്രാഫി പൊതുവെ കോമ്പറ്റീഷൻ ഫീൽഡാണ്. നമ്മളത് പിടിച്ചു നിൽക്കാൻ കുറേ പ്രയാസമായി. ഓരോ ദിവസം കൂടുന്തോറും ടെക്നോളജിയുടെ ഇത് ശരിക്ക് ഞാനൊക്കെ 83 മുതൽ ഈ സ്റ്റുഡിയോ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അന്നത്തേനൊക്കെ എത്രയോ പിടിച്ചു നിൽക്കാൻ പ്രയാസമായി ഫീൽഡിൽ നമുക്ക്. കാരണം കോമ്പറ്റീഷൻ ഫീൽഡാണ്. കുഴപ്പമില്ല, അങ്ങനെ എന്നാലും വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. പൊതുവെ എല്ലാവരും കലാരംഗത്തുള്ളവരാണെങ്കിൽ തന്നെ കുറച്ച് കുട്ടികളെ പിടിച്ച് പഠിപ്പിക്കാനൊക്കെ നോക്കും. ഇപ്പം മ്യൂസിക് പഠിച്ചവരാണെങ്കിൽ കുട്ടികളെ പിടിച്ച് മ്യൂസിക് പഠിപ്പിക്കും. അതുപോലെ അങ്ങനെ ഒരു കുട്ടികളെ പഠിപ്പിക്കാനുള്ളൊരു രാമനാട്ടുകര നാദം അക്കാഡമി ഞാൻ വർക്ക് ചെയ്യുന്നൊരാണ്. അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഹലോ ഹലോ, ആരാണ്? രതീഷ്. ടിവിയുടെ മോളെ കുറച്ച് വെക്കാവോ? കുറച്ചോളൂ. എവിടുന്നാ വിളിക്കണേ? അത്താണിക്കൽ. വിഷുദിനാശംസകൾ. സുധീറിനോട് സംസാരിച്ചോളൂ. രതീഷ് പറയൂ. സുധിയാണ്, പറയൂ. പറയൂ. പിന്നെ ഇവിടെ ഒരു ചെറിയ റൂമർ കേൾക്കുന്നേ. എന്താന്ന് വെച്ചാല് സുധീട്ടൻ കൊട്ടി ആ സമയത്ത് തന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഞാൻ കുറച്ച് നേരത്തെ ഒരു കോൾ പറഞ്ഞു കൊടുത്തു. അത് സംഭവം കാനഡയിൽ വെച്ചിട്ട് ഒരു ജഗദീപ് സിംഗ് എന്ന് പറഞ്ഞ ആള് വായിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം സ്വന്തം നെറ്റിൽ ഒരു 110 മണിക്കൂർ വായിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് എഴുതി ടൈമൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഗിന്നസ് ബുക്ക് അറിയാതെ അവരറിയിക്കാതെ വായിച്ച സംഗതിയാണത്. അദ്ദേഹം പറഞ്ഞ സമയം തന്നെ ഞങ്ങളുടെ പ്രിന്റ് ഔട്ട് എടുത്തു. അതിന് 100 മണിക്കൂർ മൊത്തം, അതിൽ എത്രയോ സമയം യോഗ ചെയ്തു അദ്ദേഹം. പിന്നെ അതിന് നിയമപ്രകാരം അല്ല ചെയ്തത്, ഗിന്നസിനെ അറിയിച്ചിട്ടില്ല. ഒരു നിലയ്ക്ക് നമുക്ക് അവരുടെ ഈ വായന നമ്മളെ ഈ വായനയായിട്ട് ബാധിക്കില്ല, ഒരു നിലയ്ക്ക് ബാധിക്കില്ല. കാരണം അത് ഗിന്നസിനെ അറിയിക്കാതെ ചെയ്തതാണ്. നമ്മൾ ഗിന്നസ് ബുക്കിനെ അറിയിച്ചിട്ട് അവർ തരുന്ന ഡേറ്റിൽ നമുക്ക് ചെയ്യണം. അവർ തരുന്ന ഡേറ്റിൽ അന്ന് നിലവിൽ ആരാണോ റെക്കോർഡ് അതവർ പറയും. ഒക്കെ നമ്മളെ പേപ്പർ നമ്മളെ കയ്യിലുണ്ട്. നവംബർ 28-നാണ് നമുക്ക് ഗിന്നസിന്റെ മെസ്സേജ് വരുന്നത്. ഇവര് ജഗദീപ് സിംഗ് പറയുന്നത് അതിന് 2 മാസം മുമ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ഗിന്നസ് അറിഞ്ഞിട്ട് പോലില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പേടിക്കേ വേണ്ട. ഒരു പ്രയാസവും അതുകൊണ്ട് നമുക്കില്ല കേട്ടോ. എല്ലാം നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. അതുകൊണ്ട് ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല, അത് പറയണം കേട്ടോ. പിന്നെ അതല്ല, നമുക്ക് നമ്മളെ ഈ കൂട്ടായ്മേന്റെ വിജയം എന്താ പറയാ, എങ്ങനെയാ പറയുന്നത് നന്ദി പറയാന്ന് അറിയില്ല. ജനങ്ങളെ മൊത്തം സ്നേഹം ഉണ്ടല്ലോ നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും ഇത് കിട്ടിക്കൊണ്ടിരിക്കാം നമുക്ക്. എല്ലാ അല്ലേ, ഇതിനൊക്കെ ജന്മം മുഴുവൻ കടപ്പാടാ അവരുടെ. പ്രത്യേകിച്ച് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാം, ഈ ഒരു തബല വായിച്ചുകൊണ്ട് ഒരു പ്രയാസം നമ്മളെ ഈ തബല വായനയ്ക്ക് ഉണ്ടാവില്ല കേട്ടോ. ഒരു പ്രയാസമില്ല. അതൊരു അറിയപ്പെടുന്ന ഒരു പത്രം, അത് ശരിക്കും അവർ അതിനെപ്പറ്റി പഠിക്കാതെ അത് ഇറക്കിയതാണത് കേട്ടോ. അയാൾ സ്വന്തം നെറ്റിൽ അദ്ദേഹം ഇത്ര വായിച്ചു ഒരു ഡേറ്റും കാര്യം കിട്ടുന്നുള്ളൂ. നമുക്ക് ആർക്ക് വേണം ചെയ്ത് ഇറക്കാൻ വേണം. ഞാൻ 2000 മണിക്കൂർ വായിച്ചാൽ എനിക്ക് ഇറക്കാം. പക്ഷെ ഗിന്നസ് അറിയണമല്ലോ. അപ്പൊ ഗിന്നസ് ബുക്ക് അറിയാതെ ചെയ്തതാണ്. ഒരു പ്രയാസവും അതിലില്ല കേട്ടോ. എല്ലാവരും പറയണേ കാര്യം കേട്ടോ. അത് വലിയൊരു കാര്യമാണ്. ഈ ചോദ്യം ചോദിച്ചാൽ നന്നായി. കാരണം എല്ലാവർക്കും കൺഫ്യൂഷനുള്ള കാര്യമാണത് കേട്ടോ. ആ ഫ്രണ്ട്സിനോടൊക്കെ വിഷുവാശംസ. വിഷു എങ്ങനെ അടിച്ചു വിളിക്കില്ലേ? ഓക്കെ. ശരി എന്നാലേ. വളരെ നന്ദി. ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയതിനെ പറ്റി പറഞ്ഞു. ഞാൻ ചെയ്യുന്നത് ഇപ്പം നാദം അക്കാഡമി രാമനാട്ടുകര നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ തബല ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് കടലുണ്ടിയിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, കടലുണ്ടി ബേസ് ചെയ്തിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്കത് ലാഭത്തിന് വേണ്ടിയല്ല, നമുക്ക് എല്ലാവരും ആർട്ടിസ്റ്റുകളായി തീരണം. കുട്ടികളോട് നമുക്ക് ശരിക്കും അത് നല്ലൊരു മെസ്സേജ് നമുക്കത് മക്കളോട് നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. ഇത് ആർട്സിലുപരി നമ്മൾ നേരത്തെ പറഞ്ഞ മതമൈത്രിയൊക്കെ ഇത് വലിയൊരു വിഷയമാണത്. നോക്കാം. ഹലോ ഹലോ ഹലോ, ആരാണ്? അഞ്ജലി. ഹാപ്പി വിഷു അഞ്ജലി. എവിടുന്ന അഞ്ജലി വിളിക്കുന്നേ? അത്താണിക്കലെന്ന്. സുധീറിനോട് സംസാരിച്ചോളൂ. അഞ്ജലി, സുധീർ കടലുണ്ടിയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഓണത്തിന് ഞാൻ ലൈവ് പ്രോഗ്രാമിൽ വിളിച്ച അതേ അഞ്ജലിയാണോ സംശയം? കഴിഞ്ഞ ഓണത്തിന് ഞാൻ ലൈവ് പ്രോഗ്രാം ഇവിടെ ചെയ്തിരുന്നു. അന്ന് ഫോൺ ചെയ്ത അഞ്ജലിനെയാണോ ഈ അഞ്ജലി? അല്ല. ഓക്കെ. അഞ്ജലിയുടെ വീട് എവിടെയാണ്? അത്താണിക്കൽ എവിടെയാ വീട്?
ഓക്കെ ഓക്കെ ഓക്കെ. മോൾ എത്ര പഠിക്കുന്നത്? 9. ഏത് സ്കൂളിലാണ്? ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ. മോള് പ്രോഗ്രാം കണ്ടിരുന്നോ? എന്റെ പ്രോഗ്രാം കണ്ടിരുന്നോ മോള്? റീജിയനിൽ കണ്ടു. റീജിയനിൽ നല്ലൊരു ഉപകാരം നമുക്ക് ചെയ്തു അല്ലേ? വീട്ടിലിരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റിയില്ലേ? കടലുണ്ടി വരാൻ പറ്റിയില്ല? കടലുണ്ടി ഒന്നും വരാൻ പറ്റിയില്ലേ? വന്നു അല്ലേ? ഓ സന്തോഷം, അങ്ങനെ പറഞ്ഞ സന്തോഷം കേട്ടോ. മോളതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചില്ല, വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലായിരുന്നോ? ഓ അതിനൊക്കെ സന്തോഷം കേട്ടോ. പിന്നെ എന്താണ് ഇത്രയും സമയം ഉറക്കമൊഴിഞ്ഞ് എങ്ങനെയാണ് ഈ റെക്കോർഡ് ഉണ്ടാകുന്നത്? നമ്മളത് എനിക്കൊരു വാക്കേ പറയാനുള്ളൂ. ഞാൻ അങ്ങനെ അറിവുള്ള ആളൊന്നുമില്ല, എന്നാലും പറയാം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശരീരം മനസ്സും അർപ്പിക്കുക കേട്ടോ. നമ്മൾ ബുക്ക് വായിക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് അതിൽ ശരീരം മനസ്സും അർപ്പിക്കുക കേട്ടോ മോളെ. കേട്ടോ. അഞ്ജലി വിളിച്ചതിന് വളരെ നന്ദി. ഇപ്പൊ ഒരു അധ്യാപകനായപ്പോ എന്താണ് തോന്നുന്നത്? നമ്മൾ പഠിക്കുക തന്നെയാണ്. അധ്യാപനത്തിൽ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ കുറേ കൂടി അറിവ് നമുക്ക് കിട്ടും. ഈ തബല പഠിപ്പിക്കുമ്പോൾ ഒരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ താളങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിലേറ്റവും പ്രയാസം എന്താ വെച്ചാൽ നമ്മൾ കേരളത്തിൽ നമുക്കിവിടെ ഗാനമേളകളെ കൂടുതലുള്ളൂ. അപ്പം ഗാനമേളയ്ക്ക് റിക്കാർഡൊക്കെ അധികമായിട്ടൊക്കെ വായിക്കണം. നമ്മൾ മനോധർമ്മത്തിന് നമ്മുടെ സ്ഥാനമില്ല. പിന്നെ നമ്മളിപ്പം മധു കരുതരുത് നമ്മളെ എന്താ പറയുക DC ബോർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മധുമാഷ നമുക്കറിയാലോ. മധുമാഷ കുറേ കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ കൂടെ ഇരിക്കാറുണ്ട്. വലിയൊരു അനുഗ്രഹം മാഷ ഈ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കുറേ അറിവ് കിട്ടും. സാറും കൊണ്ട് ട്രൈ ചെയ്യാൻ നേരത്തെ വിളിച്ച സമയത്ത് കുറേ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, കിട്ടിയില്ല സാറ് വിളിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ഇതുണ്ട്. നമ്മൾ ഓർക്കസ്ട്രക്കാൾ ഉപരി ഇങ്ങനത്തെ സെറ്റ് ചെയ്യുന്ന പാട്ടുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനോധർമ്മം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും, നമ്മളെ കഴിവൊക്കെ കാണിക്കാം. അപ്പം മധുമാഷൊക്കെ ഇതിൽ കുറേ ഹെൽപ്പ് നമുക്ക് ചെയ്തിട്ടുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ഓർക്കസ്ട്ര ടീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ എന്താ പറയാ, അവരുടെ സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ. എന്നെ പോലെ കഷ്ടപ്പെട്ടതാണ് അവരൊക്കെ. ഹലോ ആരാണ്? പറഞ്ഞല്ലോ മാഷെ, ഞാൻ പറഞ്ഞോണ്ടിരിക്കുക മാഷെ പറ്റിട്ട്. ഇതിലെ ചാനലിന്റെ വിശുദ്ധിനാശംസകൾ. മാഷെ ഞാൻ ആദ്യം മാഷെ പറ്റുന്ന ഒരു കാര്യം ഓഡിയൻസിന് പറയട്ടെ. 57 മണിക്കൂർ മുഴുവൻ സമയം എന്റെ കൂടെ ഇരുന്ന് ഹാർമോണിയം വായിച്ചിരുന്ന ഒരു എനർജിയാണ് മാഷ്. ഈ പ്രാവശ്യം അദ്ദേഹത്തിന് അങ്ങനെ ഇരിക്കാൻ സാധിച്ചില്ല, കാരണം ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ റെസ്റ്റിലായിരുന്നു. എന്നിട്ട് പോലും പുലർച്ചെ 4:30 മണിക്കും ഭയങ്കര പ്രയാസപ്പെട്ടിട്ട് സാറ് ഇതിന്റെ വിജയത്തിന് വേണ്ടി വന്നു. ഇതിന്റെ 2-ാം തീയതി തുടങ്ങി 1-ാം തീയതി സാറിന്റെ വീട്ടിൽ പോയിട്ട് സാറിനെയും എന്റെ വലിയ ചേച്ചിയെ പോലെ ബഹുമാനിക്കുന്ന സാറിന്റെ വൈഫ് ഇതൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് ഷെയിലേക്ക് പോകുന്നത്. മാഷെ പറയും മാഷെ. അല്ല മാഷെ എന്താ പറയുക, ശരിക്കും പറയുമ്പോൾ നമുക്കെന്നറിയോ വിഷു തപ്പോ ഞാൻ ജനങ്ങളെ എല്ലാം ഓരോരുത്തരുടെ വീട്ടിലപ്പോ ഞാൻ ഉള്ളത്. ഇതെന്നെ വലിയ ഭാഗ്യല്ലേ. അത് റീജിയനിലോട് നമുക്ക് നന്ദി പറയാല്ലേ. അയ്യോ അതെ അതെ റീജിയനിലാണ് ഞാനിപ്പോ ഇങ്ങനെ നോക്കുമ്പോ തലേക്ക് കാട്ടുകയാണ്. അതെ അതെ അല്ല അതെല്ലാം ഏറ്റവും വലിയ ഞാൻ കാണുന്നത് സ്റ്റേജിൽ നമ്മൾ കാണുന്ന സമയത്ത് എന്റെ ഒരു ലോങ് ഷോട്ട് അവർ ആൾക്കാർ കാണുന്നുള്ളൂ. റീജിയനിൽ നമ്മൾ വീട് കാണുമ്പോൾ ക്ലോസ് ഷോട്ട് അതിന്റെ ക്ഷീണങ്ങളൊക്കെ അവർക്ക് ജനങ്ങൾക്ക് പെട്ടെന്ന് ആവേശിച്ച് കാണാൻ പറ്റും. അതല്ലേ. മാഷെ ഞാൻ ചെറിയൊരു സജഷൻ പറയട്ടെ. മാഷെ എന്നെ പറ്റിയ അഭിപ്രായം ഇതിലൂടെ നമ്മളെ സ്നേഹിക്കുന്ന ജനങ്ങൾ അറിയട്ടെ. അല്ല ഇപ്പൊ നല്ല അഭിപ്രായം ഉദ്ദേശിച്ചത് എന്റെ ഒരു ഡെഡിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ. എന്ത് പറയേണ്ടത് മനസ്സിൽ തട്ടി പറയുമ്പോഴത്തേക്കും സുധിയെ പോലെയുള്ള ഒരു കലാകാരൻ ഇങ്ങനെ നമുക്ക് എന്താ ദൈവത്തിന്റെ ഗിഫ്റ്റ് എന്നാണ് ഞാൻ എന്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത്. കലാകാരനിലുപരി നമുക്ക് ഇപ്പൊ ഈ നാട്ടിൽ നടക്കുന്ന ഈ പ്രാകൃതമായിട്ടുള്ള ഇതിനൊക്കെ വിപരീതമായിട്ട് നമുക്കൊരു നല്ലൊരു സന്ദേശം എത്തിക്കാൻ സ്ത്രീയിൽ കൂടി കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് കേരളത്തിനല്ല ഇന്ത്യക്ക് വ്യത്യാസം. അത് നമ്മുടെ കടലുണ്ടി എന്നുള്ള ഒരു നമ്മുടെ ഇത്രയും വേണ്ടപ്പെട്ട ഒരു കലാകാരനായതിൽ അതിയായി സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതില് നമ്മളെല്ലാവരും അതില് സന്തോഷിക്കാണ് വേണ്ടത്. ഭാഗ്യമായിട്ട് കണക്കാണ്. അതില് എത്തിക്കാൻ റീജിയനിൽ ചാനലിൽ ചെയ്തതും വലിയൊരു ഇതായിട്ട് കാണുന്നത്. ഞാനേ വൈഫിന്റെ കൊടുക്കാം. ടീച്ചറോടൊന്ന് സംസാരിക്കണല്ലോ. ടീച്ചറെ നമസ്കാരം ടീച്ചറെ. കാരണം വീട്ടിൽ ഒന്ന് കാണുന്ന പോലെ ഇതൊരു വേറെ അനുഭവമുള്ള. പറയൂ ടീച്ചറെ പറയും.
അല്ല വീട്ടിൽ വന്ന് കാണുന്ന പോലെ ഇല്ലല്ലോ അത്, ഇത് വേറൊരു അനുഭവമാണല്ലോ. അപ്പൊ പറയൂ ടീച്ചറെ. അല്ല മനു ഒക്കെ അവിടെ ഉണ്ടോ? മനു ഒക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഓ അയ്യോ എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല, വാക്കുകളില്ല. അല്ല അല്ല ഞാൻ പറഞ്ഞു സാർ ഇവിടെ ഇവിടെ ചേരാൻ വന്ന അന്ന് മുതലുള്ള പരിചയം മധുമോഷായിട്ട് എത്രയോ 23 വർഷത്തിന്റെ പുറത്തുള്ള എന്റെ സകല വളർച്ച, കലാപരമായ വളർച്ച കംപ്ലീറ്റ് കണ്ടൊരു മാഷ് കൂടിയാണ്. കാരണം വലിയൊരു സപ്പോർട്ട് കിട്ടിയ ഒരാളെ കേട്ടോ ഫാമിലിയാണത്. ടീച്ചറെ പറയും ടീച്ചറെ. അയ്യോ അല്ല അങ്ങനെ ടീച്ചർ അതിലുപരി എനിക്ക് തോന്നുന്നു അല്ല എൻ്റെ ഒരു എൻ്റെ എന്താ പറയാ വളർച്ചയിലൊക്കെ വലിയൊരു ഹെൽപ്പ് മധുമാഷ് എനിക്ക് കിട്ടിയിട്ടുണ്ടേ. ഓ അല്ല മനു ഒക്കെ അവിടെ ഉണ്ടോ? നാട്ടിലുണ്ടല്ലേ? ഓ ഓക്കെ ഓക്കെ. അല്ല ഉച്ചഭക്ഷണമൊക്കെ ആയോ? ഓക്കെ ഓക്കെ. ആ അല്ല ശരി ഓക്കെ ഓക്കെ. അതെ 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 ശരിയാ ശരി ഓക്കെ ഓക്കെ. ഓ ഇല്ല എനിക്ക് ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനും ടീച്ചറെ കണ്ടത്. കാരണം ജനങ്ങളെ മൊത്തം മുന്നിലിങ്ങനെ ഇരിക്കാനുള്ള ഭാഗ്യം അത് റീജിയണൽ ചാനൽ ഒരു ചാൻസ് ഉണ്ടാക്കി തരാ. ഓ സന്തോഷം. ഓക്കെ 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 ഓക്കെ. ഓ സന്തോഷം. ഞാൻ മാഷെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മാഷ കോള് വരുന്നത്. ഓക്കെ മാഷ ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു. ഈ ഒരു മാനവ മൈത്രി എന്ന ടാർഗറ്റ് വെച്ച് ഇനിയും വല്ല പ്രോജക്റ്റും മനസ്സിലുണ്ടോ സുധീറിന്റെ? തീർച്ചയായിട്ടും അങ്ങനെ ആവശ്യമുണ്ട് എങ്കിൽ എവിടെ ആവശ്യം അവിടെ അത് ചെയ്തിരിക്കും. എപ്പോഴും റെഡിയാണ്. നെക്സ്റ്റ് കോളർ. ഹലോ ആരാണ്? സജീവ്. സജീവൻ വിഷുദിനാശംസകൾ. എവിടുന്നാ? കടലുണ്ടി തന്നെയാണ്. സംസാരിച്ചോ. സജീവ് ജി നമസ്കാരം. നമസ്കാരം. അതല്ലേ ഇപ്പൊ നാട്ടിലെത്തിയോ? അതല്ലേ. എന്നിട്ട് എന്ത് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ കേട്ടില്ല നമ്മളെ? അയ്യോ അയ്യോ അതെ അതെ ശരി. പിന്നെ ജനലക്ഷങ്ങള് അല്ല ആ ജനങ്ങളുടെ കൂട്ടം ഈ സൗണ്ട് ബാംഗ്ലൂരേക്ക് എനിക്ക് ഫോണിൽ കൂടെ കേൾപ്പിച്ചിട്ടുണ്ടമ്മ. അതാ അപ്പൊ ആ ത്രില്ലൊക്കെ അറിയാലോ. ആ തീർച്ചയായിട്ടും. അല്ല ശരിക്കും എന്താ പറയാ ജനങ്ങൾ ആ കൂട്ട പ്രാർത്ഥന ഉണ്ടല്ലോ, അതാണ് നമ്മളെ ഇതിന്റെ വിജയം ഉണ്ടായത്. കാരണം ഒരു മൂന്നാമത്തെ ദിവസം ശരിക്കും ഞാൻ മാനസികമായിട്ട് തളർന്നൊരു സമയമായിരുന്നു. വായിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള തോന്നലും അതിലൊക്കെ ജനങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് കടലുണ്ടിയിലെ ജനങ്ങൾ ട്രെയിൻ ആക്സിഡന്റ് കൂടി പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റി നാട്ടുകാരെ പറഞ്ഞ അറിയാലോ. അല്ല ഞാൻ കുറച്ചു നേരത്തെ ഒരു കോളിൽ ഞാൻ പറഞ്ഞു ശരിക്കും നമ്മള് ഇന്ത്യ മഹാരാജ്യത്തിന് പോലും മാതൃകയാക്കാൻ പറ്റിയ ഒരു നാടാണ് നമ്മളെ കടലുണ്ടിയിലെ ആ കൂട്ടായ്മ. അത് നമ്മൾ ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മൾ ജനങ്ങളോട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ? ശരി ഓക്കെ. വിളിച്ച സന്തോഷം. എന്നാ ഞാൻ തിരിച്ചു പോണത്? 22 ഓക്കെ. അപ്പൊ അതിനിടയ്ക്ക് കാണാം. ഓക്കെ 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 ഓക്കെ.